വിശദമായ വാർത്തകളിലേക്ക്. വയനാട് സുൽത്താൻ ബത്തേരി നഗരമധ്യത്തിൽ ഇറങ്ങിയ കാട്ടാന കടത്തിണ്ണയിൽ കിടന്ന മധ്യവയസ്കനെ എടുത്തെറിഞ്ഞു. ബത്തേരി പള്ളിക്കണ്ടി സ്വദേശി തമ്പി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇരുളം ഫോറസ്റ്റ് സെക്ഷനിലെ പഴുപ്പത്തൂർ വനമേഖലയിൽ നിന്നാണ് കാട്ടാന നഗരത്തിൽ ഇറങ്ങിയത്. ഡിസംബറിൽ തമിഴ്നാട് വനം വകുപ്പ് പിടികൂടി കോളർ ഐ ഡി ഘടിപ്പിച്ച് ഉൾവനത്തിൽപ്പെട്ട ആനയാണിത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാട്ടാനയെ പിടികൂടാൻ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരും. ഇന്ന് പുലർച്ചെ 2:00 സുൽത്താൻ ബത്തേരി നഗരത്തിൽ കാട്ടാന ഇറങ്ങിയത്. മുനിസിപ്പൽ ഓഫീസ് പരിസരത്തുകൂടി തലങ്ങും വിലങ്ങും നടന്ന ആന പരിഭ്രാന്തി പരത്തി. ഈ സമയം കടന്നുപോയ ബസ്സിന് നേരെ ആന ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്തു. കടവരാന്തയിൽ കിടക്കുകയായിരുന്ന പള്ളിക്കണ്ടി സ്വദേശി തമ്പിയെ തുമ്പിക്കൈ കൊണ്ട് ഉയർത്തി നിലത്തിട്ടു. നിസ്സാര പരിക്കേറ്റ ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡിസംബറിൽ തമിഴ്നാട് ദേവാല ഭാഗത്തു നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി കോളർ ഐ ഡി ഘടിപ്പിച്ച് ഉൾവനത്തിൽ വിട്ടയച്ച PM2 എന്ന മോഴയാനയാണ് ബത്തേരി വനത്തിൽ ഇറങ്ങിയത്. സ്കൂളുകളും പള്ളികളും ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ള നിലക്ക് ജനവാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഭീതി ഉണ്ടാക്കും, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അതിനെ മയക്ക് വെടിവെച്ച് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. പ്രശ്നക്കാരായ ആനകളെ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് വെടിവെച്ച് മയക്കി കോളർ ഐ ഡി ഘടിപ്പിക്കുന്നത്. PM2 വീണ്ടും മയക്ക് വെടിവെച്ച് പിടികൂടാനുള്ള ആലോചനയിലാണ് വനംവകുപ്പ്. കാട്ടാന ശല്യത്തെ തുടർന്ന് സുൽത്താൻ ബത്തേരി നഗരസഭയിലെ 10 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ന്യൂസ് 18 വയനാട്. മൂന്നാർ ഹൈഡൽ പാർക്കിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. പുലർച്ചെയാണ് ആക്രമണം എന്നാണ് സംശയം. സമീപത്തായി പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. സഞ്ചാരികളും തദ്ദേശീയരും ഏറെ എത്തുന്ന ടൗണിന് സമീപത്തെ ഹൈഡൽ പാർക്കിൽ പുലി ഇറങ്ങിയത് ജനങ്ങളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. കണ്ണൂർ പൈതൽമല അടിവാരത്ത് കനകക്കുന്നിൽ പുലി ഇറങ്ങിയതായി സംശയം. ക്രിസ്മസ് ദിനത്തിലാണ് പീറ്റർ എന്നയാളുടെ വീട്ടിലെ ക്യാമറയിൽ പുലി എന്ന് തോന്നിപ്പിക്കുന്ന ജീവിയെ കണ്ടത്. എന്നാൽ വനം വകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അജ്ഞാത ജീവി താറാവ് കൂടിന് അടുത്തേക്ക് വരുന്നതും കൂടിന് മുകളിലിരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്നാൽ ഇത് പുലിയാണോ കാട്ടുപൂച്ചയാണോ എന്നുള്ള കാര്യത്തിൽ വനം വകുപ്പിന് വ്യക്തതയില്ല. പുലി പ്രചാരണം ശക്തമായതോടെ നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളി ഉൾപ്പെടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജനങ്ങൾക്ക് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി. കാസർഗോഡ് കറന്തക്കാട് വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. കോട്ടയം നാട്ടകം സ്വദേശി മനു കെ ജയനെ അറസ്റ്റ് ചെയ്തു. അറ്റകുറ്റപ്പണികൾക്കായി ലോവർ പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ 10 ദിവസത്തേക്ക് തുറക്കും. വർഷം തോറും നടക്കുന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടാണ് ഷട്ടറുകൾ തുറക്കുന്നത്. 150 ക്യൂമിക്സ് ജലം പെരിയാറിലേക്ക് ഒഴുക്കും. പെരിയാറിന്റെ ഇരുകരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. ജനങ്ങൾ പുഴയിൽ ഇറങ്ങുന്നതുൾപ്പെടെയുള്ളവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കഠിനംകുളത്ത് പ്രവാസിയും ഭാര്യയും മകളും തീ കൊളുത്തി മരിച്ചു. കടം കയറി ജീവിക്കാൻ വഴിയില്ലാതായതോടെയായിരുന്നു കൂട്ട ആത്മഹത്യ. കണിയാപുരം പടിഞ്ഞാറ്റുമുക്ക് സ്വദേശികളായ രമേശൻ, ഭാര്യ സുലജകുമാരി, മകൾ രേഷ്മ എന്നിവരാണ് മരിച്ചത്. വിദേശത്ത് ഡ്രൈവറായിരുന്ന രമേശൻ ഇന്നലെയാണ് നാട്ടിലെത്തിയത്. വട്ടിപ്പലിശക്കാരിൽ നിന്ന് കടമെടുത്തിരുന്നു. വർഷങ്ങളായുള്ള കടബാധ്യത പെരുകി. മറ്റു വഴികൾ ഇല്ലാതായതോടെയായിരുന്നു ആത്മഹത്യ. രാത്രി 11:30-11:45 ഈ സംഭവം നടന്നെന്ന് അറിഞ്ഞ് ഞാനിത് അറിഞ്ഞപ്പോൾ 12 മണിയായി. ആ സമയം തന്നെ ഞാനിവിടെ വരികയും ഇപ്പോഴത്തേനും പോലീസെല്ലാം എത്തി തീ അണയ്ക്കുകയും ചെയ്തു. അവളെ അമ്മയും അച്ഛനും മാത്രമേ ഇതിനകത്തുള്ളായിരുന്നു. ഇളയ മോൻ കോവിലിൽ എവിടെ കൊട്ടാനെന്തല്ല ഇതിനു വേണ്ടി അവൻ പോയിരുന്നു. പിന്നെ അവർ ഇന്നലെയാണ് ഗൾഫിൽ നിന്ന് വന്നത്. രാത്രി 10 മണി വരെ നല്ല സന്തോഷമായിട്ട് അവർ ഭക്ഷണവും കഴിച്ച് കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മുറിയുടെ വാതിൽ തുറക്കാതിരിക്കാൻ അലമാരി ചേർത്ത് വച്ചിരുന്നു. സംഭവം നടക്കുമ്പോൾ സുലജകുമാരിയുടെ അച്ഛനും അമ്മയും മറ്റൊരു മുറിയിലുണ്ടായിരുന്നു. കടം കൊടുക്കാനുള്ളവരുടെ പേരും തുകയും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. കടബാധ്യത തീർക്കാൻ വീടും പുരയിടവും വിൽക്കാൻ ശ്രമിച്ചെങ്കിലും കേസിൽപ്പെട്ടതിനാൽ അതിനും കഴിഞ്ഞില്ല. വായ്പയ്ക്ക് ശ്രമിച്ചാണ് രമേശൻ നാട്ടിലെത്തിയത്. മകൾ രേഷ്മ ബിരുദ വിദ്യാർത്ഥിയാണ്. മകൻ തമിഴ്നാട്ടിൽ പോയിരുന്നപ്പോഴാണ് ആത്മഹത്യ. ന്യൂസ് 18
തിരുവനന്തപുരം. തൃശൂരിലെ സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പിൽ കമ്പനി ഉടമ പ്രവീൺ റാണയുടെ വീട്ടിലും ഓഫീസിലും പോലീസ് പരിശോധന. 48% വരെ പലിശ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന നിക്ഷേപകരുടെ പരാതിയിൽ കമ്പനി ഉടമ പ്രവീൺ റാണയെ പ്രതിയാക്കി തൃശൂർ ഈസ്റ്റ് പോലീസ് ആണ് കേസെടുത്തത്. ഇതിന് പിന്നാലെയായിരുന്നു പരിശോധന. പ്രവീൺ റാണയ്ക്കെതിരെ 11 കേസുകൾ ഈസ്റ്റ് സ്റ്റേഷനിലും 5 കേസുകൾ വെസ്റ്റ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തു. സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി എന്ന പേരിൽ നിക്ഷേപകരുമായി കരാർ ഒപ്പിട്ടായിരുന്നു തട്ടിപ്പ്. 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നയാൾക്ക് പ്രതിവർഷം 39,000 രൂപ നൽകും എന്നായിരുന്നു വാഗ്ദാനം. നിരവധി പേർക്കാണ് പണം നഷ്ടമായത്. കൊല്ലം ചടയമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെയും ജീവനക്കാരെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമം. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. അയൂർ സ്വദേശി വിജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാലിൽ പരുക്കേറ്റതിനെ തുടർന്നാണ് പ്രതി ആശുപത്രിയിൽ എത്തിയത്. മദ്യലഹരിയിലായിരുന്ന ഇയാൾ ബഹളം വയ്ക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസുകാരെയും പ്രതി അസഭ്യം വിളിച്ചു. ഞാൻ വണ്ടി കയറുന്നത് ഇവര് കേസ് റിപ്പോർട്ട് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് പരിക്ക് പറ്റിയത് റിപ്പോർട്ട് എവരെ കൂടെ സൗകര്യം നിന്നോട് പറയാം. നിന്നോട് പറയാൻ സൗകര്യമില്ല. ഞാൻ കോടതി പറഞ്ഞോളൂ. പോണോ ഈ ശമ്പളം മേടിക്കുന്നില്ല, പെൻഷൻ മേടിക്കുന്നില്ല. പോണോ പരസ്യമായിട്ട് പറയണോ? രഹസ്യമായിട്ട് പറഞ്ഞേ. കുറച്ച് പറഞ്ഞോ. നീ കുറച്ച് പറഞ്ഞോ. എവനെ മെഡിക്കലെടുക്ക്. ഞാൻ കള്ളുപിടിച്ചിട്ടുണ്ട്. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചേപ്പറമ്പ് റോഡിൽ കൊട്ടൂർ വയലിൽ ടോറസ് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്ഥിരം അപകട മേഖലയാണ് ഇത്. ചേപ്പറമ്പിലെ കരിങ്കൽ ക്വാറിയിൽ നിന്ന് ശ്രീകണ്ഠാപുരം ഭാഗത്തേക്ക് കരിങ്കല്ലുമായി വരവെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. ബ്രേക്ക് സംവിധാനം തകരാറിലായതാണ് ലോറി മറിയാൻ ഇടയാക്കിയത്. കൊല്ലത്ത് റെയിൽവേ ക്വാർട്ടേഴ്സിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം ബലാത്സംഗ ശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമെന്ന് പോലീസ്. യുവതിയുടെ മൊബൈൽ ഫോണും പണവും ഇയാൾ കവർന്നുവെന്നും പോലീസ് കണ്ടെത്തി. അപസ്മാരം വന്നാണ് ഉമ്മ മരിച്ചതെന്ന പ്രതിയുടെ മൊഴി പൂർണ്ണമായും തള്ളുന്നതാണ് പോലീസ് കണ്ടെത്തൽ. കഴിഞ്ഞ മാസം 29-ന് കൊല്ലം ബീച്ചിൽ യുവതിയെ കണ്ട പ്രതി തന്ത്രപരമായി ചെമ്മാൻമുക്കിലെ ആളൊഴിഞ്ഞ റെയിൽവേ ക്വാർട്ടേഴ്സിൽ എത്തിച്ചു. ബലാത്സംഗ ശ്രമത്തിനിടെ ശ്വാസം മുട്ടി ഉമ്മ മരിച്ചു. തുടർന്ന് യുവതിയുടെ ശരീരത്തിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു. ഇതിനു പിന്നാലെ യുവതിയുടെ മൊബൈൽ ഫോണും പണവും കൈക്കലാക്കി പ്രതി മുങ്ങി. പോക്സോ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നാസു ലൈംഗിക വൈകൃതമുള്ള ആളാണെന്ന് പോലീസ് പറയുന്നു. കൊലപാതകം, ബലാത്സംഗം, മോഷണം എന്നീ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം മംഗലപുരത്ത് കായ്ഫലമുള്ള 60ഓളം തെങ്ങുകൾ മുറിച്ചുകടത്തി. തോന്നക്കൽ സ്വദേശി ഷമീനയുടെ പുരയിടത്തിലെ തെങ്ങുകളാണ് മുറിച്ചുകടത്തിയത്. സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് മാർത്താണ്ഡത്തു നിന്ന് തെങ്ങ് തടി കയറ്റിയ ലോറി പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസിയായ സുധീറിനെ മംഗലപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ചുറ്റുമതിൽ ഉള്ള 2 ഏക്കർ വരുന്ന സ്ഥലത്തു നിന്നാണ് തെങ്ങ് മുറിച്ചത്. തമിഴ്നാട്ടിൽ ഇഷ്ടിക കളത്തിൽ കത്തിക്കാനാണ് തെങ്ങുകൾ മുറിച്ചുകടത്തിയത്. ചെന്നൈയിൽ നടക്കുന്ന മിസ്റ്റർ സൌത്ത് ഇന്ത്യ മത്സരത്തിലുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറത്തെ ഒരു ഫിറ്റ്നസ് ട്രെയിനർ. മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം സ്വദേശിയായ കീഴ്ക്കോട്ട് സയ്യിദ് ഹാരിസ് തങ്ങളാണ് ജനുവരി 8-ന് ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിന് ഒരുങ്ങുന്നത്. ഫിറ്റ്നസ് മാത്രം ലക്ഷ്യം വെച്ചാണ് സയ്യിദ് ഹാരിസ് വർക്കൌട്ട് ആരംഭിച്ചത്. കഠിന പ്രയത്നത്തിന്റെ ഫലമായി പിന്നീട് ഫിറ്റ്നസ് ട്രെയിനറായി മാറി. വളാഞ്ചേരിയിലെ ഇൻഷേപ്പ് ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനറായ ഹാരിസ് ഇപ്പോൾ മിസ്റ്റർ ഇന്ത്യ ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. ജനുവരി 8-നാണ് ചെന്നൈയിൽ വെച്ച് മിസ്റ്റർ സൗത്ത് ഇന്ത്യ മത്സരം നടക്കുന്നത്. ഫിസിക്, ബോഡി ബിൽഡിംഗ് കാറ്റഗറികളിലായി ഹാരിസ് മത്സരത്തിനൊരുങ്ങുകയാണ്. ഞാൻ ഈ വർഷം 2023 മിസ്റ്റർ സൗത്ത് ഇന്ത്യ, മിസ്റ്റർ കേരള ഇതാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇപ്പം ഈ ജനുവരി 8-ാം തീയതി, പിന്നെ നെക്സ്റ്റ് ഫെബ്രുവരിയിലാണ് ട്രൈ ചെയ്യും. മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ കാര്യങ്ങളാണ്. കോച്ചായ സമീറാണ് ഹാരിസിന് പ്രചോദനം നൽകി മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയത്. സമീറിന്റെ നിർദ്ദേശാനുസരണം കഠിന പരിശ്രമത്തിലാണ് ഹാരിസ് ഇപ്പോൾ. വിദേശത്ത് ജോലി ചെയ്യുന്ന കോച്ച് സമീർ ഓൺലൈൻ വഴിയാണ് ഹാരിസിന് നിർദ്ദേശം നൽകുന്നത്. സമയക്രമീകരണവും ഭക്ഷണ ക്രമീകരണവുമെല്ലാം കോച്ചിന്റെ നിർദ്ദേശപ്രകാരമാണ്.
കോച്ചാണ് ഇന്നെ ഈ ലെവലിൽ എത്തിച്ചത്. ഇന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നതും കോച്ചാണ്. ഇന്നെ ഭയങ്കര സപ്പോർട്ടറാണ് കോച്ച്. കോച്ച് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും ഹാരിസിനുണ്ട്. സൗത്ത് ഇന്ത്യ മത്സരം കഴിഞ്ഞാൽ മിസ്റ്റർ കേരള മത്സരത്തിലും മാറ്റുരയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ഹാരിസ്. ന്യൂസ് 18 തിരൂർ. ഇടുക്കി തിങ്കൾക്കാട് കൊക്കയിലേക്ക് മറിഞ്ഞ ടൂറിസ്റ്റ് ബസ് കരയ്ക്ക് കയറ്റി. ക്രെയിന്റെ സഹായത്തോടെയാണ് വാഹനം കയറ്റിയത്. ജനുവരി 1 പുലർച്ചെയാണ് കല്ലാർകുട്ടി നെടുങ്കണ്ടം റോഡിൽ തിങ്കൾക്കാടിന് സമീപം ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞത്. മലപ്പുറത്ത് നിന്നെത്തിയ വിദ്യാർത്ഥി സംഘത്തിലെ 44 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒരാൾ സംഭവസ്ഥലത്ത് മരിച്ചിരുന്നു. കൊട്ടാരക്കര ചിരട്ടക്കോണത്ത് മൂർഖനെ പിടികൂടി. വനം വകുപ്പ് ജീവനക്കാരൻ രതീഷാണ് ജനവാസ മേഖലയിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ചിരട്ടക്കോണം സ്വദേശി ഷിബുവിന്റെ വീടിന് സമീപത്തെ പാറക്കെട്ടിനുള്ളിലാണ് പാമ്പുണ്ടായിരുന്നത്. പാമ്പിനെ വനത്തിൽ തുറന്നുവിടുമെന്ന് വനപാലകർ അറിയിച്ചു. വീണ്ടും വാർത്തകളിലേക്ക്. തിരുവനന്തപുരം നഗരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രാത്രി നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. വാഹനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന 5 ഷവർമ കടകൾ പൂട്ടിച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചവ, പഴകിയ മയോണൈസ് ഉപയോഗിച്ചവ, ലൈസൻസ് ഇല്ലാത്തവ എന്നിവയാണ് പൂട്ടിച്ചത്. ഒരു വാഹനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജപ്തി ചെയ്തു. തിരുവനന്തപുരം കവടിയാർ ഭാഗത്തായിരുന്നു പ്രധാന റെയ്ഡ്. കോതമംഗലത്ത് ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. 4 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ഹെൽത്ത് സൂപ്പർവൈസർ സഞ്ജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കോതമംഗലം ടൗണിൽ പരിശോധന നടന്നത്. വേവിച്ച മാംസം, മത്സ്യം, ന്യൂഡിൽസ്, പൊറോട്ട, ചപ്പാത്തി, നിരോധിത പ്ലാസ്റ്റിക് ബാഗുകൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരത്ത് വീട്ടമ്മയ്ക്കെതിരെ വ്യാജ ശബ്ദ സന്ദേശം ഉണ്ടാക്കി പ്രചരിപ്പിച്ച മദ്രസ അധ്യാപകൻ പിടിയിൽ. വിഴിഞ്ഞം സ്വദേശിയായ മുഹമ്മദ് ഷാഫിയാണ് പൂവാർ പോലീസ് പിടികൂടിയത്. മദ്രസയിലെ കുട്ടിയുടെ അമ്മയ്ക്ക് സ്ഥിരം മെസ്സേജ് അയക്കുകയും ഇവർ പരാതി നൽകിയപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റൊരു സ്ത്രീയുടെ സഹായത്തോടുകൂടി വ്യാജ ശബ്ദ സന്ദേശമുണ്ടാക്കി കുട്ടികളുടെ മാതാവിന്റെ ഇത് എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പൂവാർ CI പ്രവീണിന്റെ നേതൃത്വത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി നടത്തിയ പരിശോധനയിൽ മുഹമ്മദ് ഷാഫി പിടിയിലായി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.